അല്ല നോക്കൂ, ഈ കേരളത്തിൻ്റെ ഐ ടി സ്പേസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്, അതിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ച്, അനുബന്ധ സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. കഴിഞ്ഞ ഏതാണ്ട് 2 പതിറ്റാണ്ടായിട്ട് ഐ ടി ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതിനെ വളരെ സസൂക്ഷ്മം ഞാൻ കാണാറുള്ളതാണ്, നേരിട്ട് അറിയാറുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലുള്ള ഉദ്ദേശശുദ്ധിയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനത്തിനെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ന്യായീകരിക്കാം. അതാണ് ശരിയായ തീരുമാനം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിരിക്കാം, ആ വീഴ്ചകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാത്രമേ സർക്കാർ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ബൈഔട്ട് ചെയ്യുന്ന തീരുമാനം നല്ലതായിട്ട് എന്ന രീതിയിലത്തേക്ക് അതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഉദ്ദേശശുദ്ധിയാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്കവിടെ 246 ഏക്കർ സ്ഥലമുണ്ട്. ഇപ്പോൾ ടീകോം പോയി കഴിഞ്ഞാലും ആ 246 ഏക്കർ സ്ഥലം നമ്മൾ വികസിപ്പിക്കണോ? വേണമല്ലോ. അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കേണ്ടുന്ന സൗകര്യങ്ങൾ ഒന്ന് തന്നെയാണല്ലോ. സർക്കാർ സ്വന്തമായിട്ട് അവിടെ പണം മുടക്കി അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അത് മറ്റ് കമ്പനികൾക്ക് കൊടുക്കും എന്ന മോഡലിലേക്ക് പോകുമെന്ന് നമ്മൾ ആരും തന്നെ പറയില്ലല്ലോ, അല്ലേ? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതാണ്. എങ്കിൽ ഇതേപോലെ തന്നെ ഒരു SPV രൂപീകരിച്ചിട്ട് പുതിയൊരു കമ്പനിയെ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അതല്ല എങ്കിൽ അത് പ്രൈവറ്റ് ബിൽഡേഴ്സിന് ആ ഭൂമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് ഒരു ലീസ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള കമ്പനികളെ അവിടെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. എങ്കിൽ അവിടെ വേണ്ടത് എന്താണ്? ഈ പുതുതായിട്ട് വരുന്ന വെണ്ടർ ആരാണോ ആ വെണ്ടറെ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ സ്മാർട്ട് സിറ്റിക്ക് നമ്മൾ എന്താണോ ചെയ്യാൻ വീഴ്ച വരുത്തിയത് അതേ കാര്യം ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചുകൂടാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. കാരണം ഇപ്പോഴും ഇതൊന്നും ചെയ്യുന്ന സർക്കാരായിരുന്നില്ല. ഈ ഭൂമി ഡെവലപ്പ് ചെയ്യുന്നതാണെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കുന്നതാണെങ്കിലും തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യുന്നതാണെങ്കിലും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ടീകോമിനായിരുന്നു. അത് സർക്കാരിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ വരുന്നതായിരുന്നില്ല. ഇനിയാണെങ്കിലും വരുന്ന ഒരു വെണ്ടർ അല്ലെങ്കിൽ പാർട്ട്ണർ ആരാണോ അവരിതെല്ലാം ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ അവിടെ സർക്കാരിൻ്റെ കൺട്രോൾ എവിടെയാണെന്നാണ് എൻ്റെ ചോദ്യം. ഈ 246 ഏക്കർ ഭൂമിയിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇനി 246 ഏക്കർ ഭൂമി നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചെയ്തു കളയും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? എങ്കിൽ അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇൻറ്റൻറ്റും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ സ്മാർട്ട് സിറ്റിയെ കൊണ്ട് നിങ്ങളത് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇപ്പോൾ ശ്രീ അനിൽകുമാർ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, 2016 ശേഷം 1000 സ്ക്വയർ ഫീറ്റ് ഭൂമി അവിടെ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് അവിടെ ബിൽട്ടപ്പ് സ്പേസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ 8 വർഷം അവരെ മുടക്കിയിരിക്കുന്ന സർക്കാരിൻ്റെ നീക്കം എന്താണ്? എന്ത് തീരുമാനമാണ്? എന്താണ്? അവിടെ കറണ്ട് കൊടുത്തില്ലേ? പെർമിഷൻ കൊടുത്തില്ലേ? ഗേറ്റ് ഇട്ട് പൂട്ടിയോ? അവരുടെ വണ്ടികൾ അങ്ങോട്ട് പോയില്ലയോ? കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കൊടുത്തില്ലയോ? അതിന് ഹ്യൂജ് ടാക്സ് ഏർപ്പെടുത്തിയോ? ഒന്നുമില്ല. ഇതെല്ലാം അവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഫേസ് 1 ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നടന്നിട്ടില്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 35 കമ്പനികൾ എന്തോ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കുറച്ച്, ഏതാണ്ട് 3000-4000 എംപ്ലോയീസ് മാത്രമേ അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 8 വർഷമായിട്ട് സർക്കാരിന് ഇത് അറിയാമായിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഇത് അറിഞ്ഞിട്ടും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഇൻറ്റൻറ്റ് സർക്കാർ കാണിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥം ടീകോമിനൊരു സേഫ് എക്സിറ്റ് കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ താല്പര്യമായിരുന്നു. ഈ ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ താല്പര്യമായിരുന്നു. ടീകോമിന് നഷ്ടമുണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് സർക്കാരിൻ്റെ താല്പര്യമായിരുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ പറയുന്നു. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി അധ്യക്ഷയായിട്ടുള്ള ഒരു സമിതി ഉണ്ടായിരുന്നുവെന്ന്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സമിതി രൂപീകരിച്ചതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ആരൊക്കെയായിരുന്നു ആ സമിതിയിലെ അംഗങ്ങൾ? എന്തായിരുന്നു അവരുടെ ടേംസ് ഓഫ് റെഫറൻസ്? എന്ത് കാര്യങ്ങളാണ് അവരവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? എന്തായിരുന്നു ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾ? ചീഫ് സെക്രട്ടറി ആണല്ലോ ഈ ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് ഒപ്പിട്ടത്. അപ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ തീരുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഇത് ഏത് ചീഫ് സെക്രട്ടറിയുടെ ടേമിലാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അധ്യക്ഷയായിരിക്കുന്ന എന്നാണ്. അധ്യക്ഷയായിരിക്കുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ ശാരദാ മുരളീധരനെ ആയിരിക്കുമല്ലോ ഓർക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ലിസി ജേക്കബോ മറ്റുമാണ് ഇത് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ 8 വർഷങ്ങളിൽ പല ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഈ ചീഫ് സെക്രട്ടറിമാരൊന്നും ഇത് അറിയാതെ പോയോ? ആ സമയത്ത് ഡിസ്കഷൻസ് നടന്നില്ലേ? അന്നൊരു സമിതി ഉണ്ടായിരുന്നില്ലേ? ഈ ചോദ്യം പ്രസക്തമല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ശേഷം ഈ സമിതി ഈ പറയുന്ന നമുക്കറിയാത്ത എന്തൊക്കെയോ കാരണങ്ങളെപ്പറ്റി തീരുമാനമെടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടൊരു ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റിൽ മാത്രം നിന്നുപോയി മറ്റൊരു എഗ്രിമെൻറ്റ് ചെയ്യുന്നില്ല? ശരിയാണ്, കൂടുതലായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ കവനൻ്റ് എന്താണ്, മറ്റുള്ള പാർട്ടിയുടെ കവനൻ്റ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ഗ്രാനുലർ ലെവലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കൂടുതലായിട്ട് ഒരു വിശദമായിട്ടുള്ള എഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കണമായിരുന്നുവെങ്കിൽ അത് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, ഇൻറ്റൻറ്റ് എവിടെ?
ഇത്ര ലളിതമായിട്ടുള്ള ഒരു കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പോലും പാലിക്കാനായിട്ട് വയ്യാത്ത ഒരു സർക്കാർ ഇതിനേക്കാൾ ബൃഹത്തായിട്ടുള്ള കൂടുതൽ ഗ്രാനുലർ ആയിട്ടുള്ള സ്കോപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കരാറിനെ ഓണർ ചെയ്യുമെന്നാണോ നമ്മൾ പറയുന്നത്? അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി ഇല്ലായ്മയെ കാണിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 8 വർഷം അവിടെ എന്ത് നടന്നു എന്നതിനെപ്പറ്റി പറയുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയണം, ഇന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എന്തെങ്കിലും അനുമതി മേടിച്ചു കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടായിരുന്നോ? കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നോ? അതുകൊണ്ടാണോ കഴിഞ്ഞ 8 വർഷം മുമ്പുണ്ടായിരുന്ന 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന് അപ്പുറത്തേക്ക് ഇത് പോകാതിരുന്നെന്നുള്ളൊരു ചോദ്യമല്ലേ? അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇൻഫോ പാർക്കിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ സ്ഥലം വേണമെന്ന് പറഞ്ഞ IT കമ്പനികൾ ആരും വന്നില്ലേ? ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്ക ഈ കഴിഞ്ഞ 8 വർഷം സർക്കാരിന് ഉണ്ടായില്ലേ? അപ്പം പെട്ടെന്ന് ഈ ആർബിട്രേഷനിലേക്ക് നമുക്ക് പോകണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആർബിട്രേഷനിലേക്ക് സർക്കാർ ഇൻഡിവിജ്വൽസുമായിട്ടും സ്വകാര്യ വ്യക്തികളുമായിട്ടും അതേപോലെ തന്നെ സംഘടനകളുമായിട്ടുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ആർബിട്രേഷൻ ഉണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഭാർഗവി നിലയം പോലെ കിടക്കുന്നതല്ലാതെ സർക്കാർ ഉപയോഗിക്കുന്നുണ്ടോ?